നമസ്കാരം. കോൺഗ്രസിൽ ചിലതെല്ലാം പതിവാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടു മാത്രം ബ്രേക്കിംഗ് ന്യൂസുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 3 കൊല്ലം 8 മാസം മുൻപ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്ന ശ്രീ കെ സുധാകരനെ ഏകദേശം ഒരു 10 മാസത്തിന് ശേഷം തുടർച്ചയായി ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള വാർത്തകൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളും അതുപോലെ തന്നെ ബ്രേക്കിംഗ് ന്യൂസുകളിലും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന കേരളത്തിലെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളാണ് തുടർച്ചയായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ഒട്ടും സത്യസന്ധമല്ലാത്ത വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ, ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്ന ജനവികാരങ്ങൾ മാറ്റി നിർത്തപ്പെടുകയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിരന്തരമായി ഉയർന്നു വരികയും ചെയ്തു. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കാര്യ സമിതിയിലോ KPCCയിലോ AICC തലത്തിലോ സംഘടനാ ചുമതല വഹിക്കുന്ന ഭാരവാഹികളുടെ യോഗത്തിലോ ഒരിക്കൽ പോലും ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ വളരെ സുരക്ഷിതമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ വാർത്ത നൽകുന്നത് ഒരു തുടർക്കഥയായി കേരളത്തിൽ മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കുകയാണ്. ഈ യോഗം കേരളത്തിൽ നിന്ന് മാത്രമല്ല, അടുത്ത 2025-26 കാലഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ്, അതല്ലെങ്കിൽ അതിന്റെ ആരംഭമാണ് ഇന്ന് ദില്ലിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കന്മാരും ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ കെ മുരളീധരനും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും അവരുടേതായ വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കൊണ്ട് ഈ യോഗത്തിൽ എത്തിയില്ല എന്നതൊഴിച്ചാൽ കേരളത്തിലെ സമ്പൂർണ്ണ കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഡൽഹിയിലുണ്ട്. അവിടെയും ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശ്രീ കെ സുധാകരനെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റും, പുതിയ ആളുകൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരുമെന്ന വാർത്തകളാണ്. അടൂർ പ്രകാശ് ഒരു കാറിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പോലും കഴിയാത്ത രീതിയിൽ മാധ്യമപട അദ്ദേഹത്തെ പിടികൂടുകയാണ്. അദ്ദേഹം തൊഴുകൈയോടെ പറയുന്നു, എന്നെ വിട്ടേക്കൂ തൽക്കാലത്തേക്കെങ്കിലും എന്ന് അദ്ദേഹം അപേക്ഷിക്കുകയാണ്. മറുഭാഗത്ത് ദീർഘകാലമായി രാഷ്ട്രീയത്തിലായാലും ഗ്രൂപ്പ് സമവാക്യത്തിലായാലും കൂടെ നിന്ന MM ഹസൻ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കാണാൻ ബെന്നി ബെഹനാൻ അങ്ങോട്ട് പോയപ്പോൾ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കാണാൻ ശ്രീ ബെന്നി ബെഹനാൻ അങ്ങോട്ട് പോയപ്പോൾ അത് മറ്റൊരു കൂടിക്കാഴ്ചയുടെ സ്വഭാവമായി നൽകുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇത്രമേൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ, അന്തരീക്ഷത്തിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മാധ്യമ സംസ്കാരം കേരളത്തിന് എത്രത്തോളം ഭൂഷണമാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം സത്യത്തിൽ അതിക്രമിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇങ്ങനെ ഗൺമൈക്കുമായി മാധ്യമ പ്രവർത്തകന്മാർ മുന്നോട്ട് വരുമ്പോഴേക്കും ചാടി വീണ് അതിന് ഉത്തരം നൽകുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരെയുമാണ്. സത്യത്തിൽ കോൺഗ്രസിന്റെ ഉൾപാർട്ടി ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ബാധ്യത ഒരു കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ചിട്ടും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ ഘട്ടം ഘട്ടമായി സംസ്ഥാന CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ച്, അതുപോലെ തന്നെ ലോക്കൽ, അതുപോലെ ഏരിയ കമ്മിറ്റികൾ, ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടന്ന ഒട്ടുമിക്ക ജില്ലകളിലും ജില്ലാ സെക്രട്ടറിമാരെ നിയമിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ CPMന്റെ അടുത്ത സംസ്ഥാന സെക്രട്ടറി ആരായിരിക്കും, ആരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത് എന്ന് തുടങ്ങി ഒരു ചോദ്യവും ഉത്തരവും കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടേയില്ല. 2 കാരണങ്ങളുണ്ട്. കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും കൗതുകമുണർത്തുന്ന ഒന്നാക്കി കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ ഇതിനകം മാറ്റിയിട്ടുണ്ട്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ശ്രീ കെ സുധാകരൻ നമുക്കറിയാവുന്നത് പോലെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് മുടിചൂടാ മന്നനായി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതാണ്. അദ്ദേഹം കടന്നു വന്ന കനൽ വഴികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം
അദ്ദേഹം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങൾ, ആ നേട്ടങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ അധിക്ഷേപിച്ചിറക്കി വിടാനുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമപ്പട. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലം വന്നാൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് അതൊരു കൊയ്ത്തു കാലമാണ്. കാരണം ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും പരസ്യം കൃത്യമായിട്ട് നൽകും. വലിയ പണം നൽകിക്കൊണ്ട് പരസ്യം മാധ്യമങ്ങൾക്ക് നൽകുന്ന ഒരു പ്രവണത കുറെ കാലമായി കേരളത്തിലും ഇന്ത്യയിലും സജീവമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 280 കോടിയിലധികം രൂപ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ വേണ്ടി പോകുന്ന കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു വമ്പൻ സംഖ്യ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ആക്രമിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്ന ചിന്ത അവരിൽ മുള പൊട്ടിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരോട്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, ഇത്തരം ചില പ്രവണതകൾ കേരളത്തിലെ മാധ്യമ സമൂഹത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ അതിൽ കൊത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തരൂരിന്റെ വിഷയമെടുത്ത് നോക്കിയാലും, KPCC അധ്യക്ഷന്റെ വിഷയമെടുത്ത് നോക്കിക്കഴിഞ്ഞാലും, പ്രതിപക്ഷ നേതാവിന്റെ വിഷയമെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ കൊത്താതെ കോൺഗ്രസ് മുന്നോട്ട് പോകണം. വളരെ കൃത്യമായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിക്കാനുള്ള സമയമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും വരാനുള്ളത്. ആ സമയത്ത് ഏതെങ്കിലും നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾക്ക് പിന്നാലെ വന്ന് അത് കൊത്തിയെടുക്കുക എന്ന് പറയുന്ന കേവലമായിട്ടുള്ള ഉത്തരവാദിത്വം ഇല്ലായ്മ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ കാണിക്കരുത്. അങ്ങനെ കാണിക്കുന്നതിന് പകരം പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള മാധ്യമ വിചാരണ ശക്തിപ്പെടുത്തുന്നതിൽ നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ മീഡിയ ഗ്രാമത്തിനും പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്.